പാകിസ്ഥാനിലേക്ക് പോകരുത്, അവിടെ എന്തും സംഭവിക്കാം. അമേരിക്കൻ പൗരന്മാർക്ക് ട്രംപ് ഭരണകൂടത്തിന്റെ അടിയന്തര മുന്നറിയിപ്പാണിത്. പാകിസ്ഥാനിലെ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമാണെന്നും യാത്രകൾ പുനഃപരിശോധിക്കണമെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഭീകരാക്രമണങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ, ആഭ്യന്തര കലാപങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ മുന്നറിയിപ്പ്. ജനുവരി 26-ന് പുറത്തിറക്കിയ പുതിയ ട്രാവൽ അഡ്വൈസറി പ്രകാരം പാകിസ്ഥാനെ ലെവൽ 3 അഥവാ യാത്ര പുനഃപരിശോധിക്കുക എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിമാനത്താവളങ്ങൾ, ഹോട്ടലുകൾ, മാർക്കറ്റുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ തുടങ്ങി തിരക്കേറിയ ഏത് സ്ഥലത്തും മുന്നറിയിപ്പില്ലാതെ ഭീകരാക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ചിലയിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഇതിലും കടുപ്പമാണ്. ഖൈബർ പക്തുൻഖ, ബലൂചിസ്ഥാൻ തുടങ്ങിയ പ്രവിശ്യകളെ ലെവൽ 4 അഥവാ യാത്ര ചെയ്യരുത്, ഡു നോട്ട് ട്രാവൽ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും പതിവാണെന്നും ഒരു കാരണവശാലും ഇവിടേക്ക് പോകരുതെന്നുമുള്ള നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മുന്നറിയിപ്പ് വിനോദസഞ്ചാരികൾക്ക് മാത്രമല്ല, പാകിസ്ഥാൻ വംശജരായ അമേരിക്കൻ പൗരന്മാർക്കും ബാധകമാണ്. അവിടെ എത്തിയാൽ ഒരുപക്ഷെ US എംബസിയുടെ സഹായം പോലും ലഭിച്ചേക്കില്ല. കൂടാതെ അനുമതിയില്ലാതെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്താൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ചുരുക്കത്തിൽ പാകിസ്ഥാനിലെ സുരക്ഷാ സാഹചര്യം പ്രവചനാതീതമാണ് എന്ന് അമേരിക്ക തന്നെ സമ്മതിക്കുകയാണ്. സ്വന്തം പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കാൻ ഏത് കടുത്ത നടപടിയും സ്വീകരിക്കാൻ മടിക്കില്ല എന്ന വ്യക്തമായ സന്ദേശം കൂടിയാണ് ട്രംപ് ഭരണകൂടം ഇതിലൂടെ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.